വിലമതിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഈ കാര്യത്തിൽ നല്ല മനസ്സോടെ പിന്തുണ തുറന്നും നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. നിങ്ങളെ പേരെന്താ? നിങ്ങളെ അബു വിളിച്ചതിന് നന്ദി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇതില് വീട് എന്നത് നിങ്ങളുടെ ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. അതിന് സർക്കാർ ചില സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്, നിങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണ് എന്നറിഞ്ഞതിൽ അതീവ സന്തോഷം. Yes. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ എവിടെയാ ഇപ്പൊ ഉള്ളത്? ശരി ശരി. നന്ദി ടോവിനോ. നിങ്ങളെ സഹകരണം വളരെ വിലമതിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ളവരെല്ലാം ഈ കാര്യത്തിൽ നല്ല മനസ്സോടെ പിന്തുണ തുറന്നും നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹലോ, സംസാരിച്ചോളൂ. അതെ അതെ. നിങ്ങൾ സംസാരിച്ചോളൂ. ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓ, ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് സന്തോഷം എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഒരുപാട് വികസനം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ
ഈ ഫോർട്ട് കൊച്ചി മനസ്സിലായി ഒരുപാട് പിന്നെ ഒരു അപേക്ഷയും കൂടി നമുക്കുണ്ട് കേൾക്കുന്നു. അത് വന്നാൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ഒന്നുവരെ പഠിച്ചിട്ടുണ്ട്. മക്കളെല്ലാം നല്ലോണം പഠിക്കുന്നില്ലേ? ആ മക്കളൊക്കെ പഠിക്കണം. ഒരു മോളിന്റെ 6 മക്കളാണ്. പേരക്കുട്ടികൾ 3 കാണുന്നു. പേരക്കുട്ടികൾ അതിന്റെ പേര് 3. എനിക്ക് 74 വയസ്സ്. 74 വയസ്സായി. ആ വീട് കിട്ടിയപ്പോൾ പിന്നെ TM മുഹമ്മദ് പുറംപോക്കിൽ വെക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തു. TM പറഞ്ഞത് ഞാനവിടെ പുറംപോക്കിൽ വെച്ച് അങ്ങനെ 24 കുടുംബങ്ങൾ ഫസ്റ്റിലെ വന്നു. അത് കഴിഞ്ഞു അങ്ങനെ അവരെല്ലാം കൂടി പിന്നെ പല സ്ഥലത്തൊന്നും പറഞ്ഞ് ഇത്ര ആൾക്കാരായി 68 കുടുംബങ്ങൾ അവിടുത്തെ. അതൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പാർട്ടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. അത്ര പേരത്തേക്ക് എനിക്ക് 46 കൊല്ലം പണി തന്നു പാർട്ടി. പിന്നെ കൺസെഷൻ. നിങ്ങളെ പേരെന്താ? നിങ്ങളെ എന്റെ പേര് അബൂ. അപ്പൊ അബൂ, വിളിച്ചതിന് നന്ദി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇതില് വീട് എന്നത് നിങ്ങളുടെ ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. അതിന് സർക്കാർ ചില സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്, നിങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണ് എന്നറിഞ്ഞതിൽ അതീവ സന്തോഷം. നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. K-ഫോണിൻ്റെ കാര്യം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും സന്തോഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ സന്തോഷമാണ് ഏറ്റവും അധികം ഈ സർക്കാർ വിലമതിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഓക്കെ. ഹലോ, ഹലോ ഹലോ, സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇതിന്റെ ഫിറ്റ്നസ് സംബന്ധമായിട്ട് ചികിത്സയിലായിരുന്നു. കുറെ ചികിത്സയിലായിരുന്നു. പിന്നെ ഫുള്ള് ഫെയിലിയറായത് 2.5 വർഷത്തോളം ഡയാലിസിസ് ചെയ്ത് ആ സമയത്തൊക്കെ എനിക്ക് ദുരിതാശ്വാസത്തിൽ നിന്ന് സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് വേറെ എനിക്കൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്പർശത്തിന്റെ ഇത് ഞങ്ങളിങ്ങനെ എഴുതി കൊടുത്താൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ എഴുതി കൊടുത്തപ്പോൾ അതിനകത്ത് 3 ലക്ഷം പാസ്സായപ്പോഴാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ മുന്നോട്ട് വന്നത്. അങ്ങനെ ചെറുപ്പത്തിലാണ് കിട്ടി തന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോണല് ആ ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ് ഇങ്ങനെ ദുരിതാശ്വാസത്തിൽ നിന്ന് സാധാരണ അപേക്ഷിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ അവസാനത്തിന് വേഗം തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് അതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ തുക കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെയുള്ള ചികിത്സക്കൊക്കെ ഉണ്ടായത്. ആ സമയത്തൊക്കെ എനിക്ക് ആ പൈസ കിട്ടിയൊക്കെ വളരെ ഉപകാരമായിരുന്നു. വലിയ നന്ദിയുണ്ട്. ഇനി എനിക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് പൈസ ആവശ്യമുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകെ കൈക്ക് ഇങ്ങനെ അതിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നരമ്പ് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരു ഇങ്ങനെ പൊന്തി ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് പൊട്ടാൻ സാധ്യത പൊന്തി വന്നാല് അപ്പൊ അത് ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേക്ക്. അപ്പൊ അതിനൊക്കെ ചികിത്സയ്ക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല, 2 ഇല്ല. പിന്നെ ഇപ്പൊ ഭർത്താവിന് വെച്ചാൽ പണിക്ക് കൂലിപ്പണിക്ക് പോവല്. അങ്ങനത്തെ ഒരു ഭാര്യക്ക് പണിയൊന്നും മുമ്പിൽ എടുക്കാനും പറ്റില്ല. വിളിച്ചതിന് നന്ദി. നിങ്ങള് നല്ല രീതിയിൽ നിങ്ങളുടെ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. ആ കാര്യത്തില് സാധാരണ നിലക്ക് വൃക്ക മാറ്റിവെക്കലിന് 3 ലക്ഷം രൂപ വരെ സർക്കാർ നൽകാറുണ്ട്. അതാണ് നിങ്ങൾക്ക് നൽകിയത്. അത് വേഗം തന്നെ കിട്ടിയെന്നറിഞ്ഞതിന് സന്തോഷം.
അത് ബാക്കി തുടർ കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട മരുന്ന് കഴിക്കലാണ്. അതിൻ്റെ സാധാരണഗതിയിൽ കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. മറ്റു കാര്യങ്ങൾ നമുക്ക് ഭാവിയിലും ചർച്ച ചെയ്യാം. അതായിരിക്കും നല്ലത്. നന്ദി നന്ദി നന്ദി. ഹലോ ഹലോ, സംസാരിച്ചോളൂ. ഓ, ചെറുതാണെന്ന് പറഞ്ഞാൽ കണ്ണൂരാന്നറിയാം. പറയൂ. അപ്പൊ ലൈഫിന്റെ ഒരു ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തലമാരി ഇപ്പൊ കിട്ടിയതേലും അപ്പൊ നമുക്ക് പുതിയ വീടിന്റെ ഇത് എത്രയും പെട്ടെന്ന് സുഖ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ഓ, ലൈഫിന്റെ ഡെയ്സി എന്നല്ലേ പേര് അല്ലേ? ഇപ്പൊ ഡെയ്സി വിളിച്ചതിന് നന്ദി. ഈ ലൈഫ് മിഷന്റെ ഭാഗമായി ഇപ്പം 4 ലക്ഷത്തിലധികം വീടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ആ ലിസ്റ്റിലുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടത്തുകയാണ്. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ആ വീടുകൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. നല്ല വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ച വീട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ. വീടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പിന്നെ ഭൂമി തരം മാറ്റി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഭൂമി തരം മാറ്റി കിട്ടിയതും അതെ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതിന് പിന്നെ വീട് നിർമ്മാണത്തിന് മറ്റു തടസ്സങ്ങളില്ല. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് നടത്താവുന്നതാണ്. 4 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ 5 ലക്ഷത്തിലധികം വീട് പൂർത്തിയാക്കുന്ന നിലയാണ് വരാൻ പോകുന്നത്. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നന്ദി. ഓക്കെ ഓക്കെ. പോരെ, ശരി.